നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. സെല്ലേഴ്സിൻ്റെ കൺട്രോളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. നല്ല രീതിയിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിറ്റ് കോയിൻ ഉൾപ്പെടെയുള്ള പല കോയിനുകളും ഒരു ഡൗൺ ട്രെൻഡിലാണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരമൊരു സിറ്റുവേഷനിൽ മാർക്കറ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള അല്ലെങ്കിൽ ക്രിപ്റ്റോ സ്പേസിൽ എന്തെങ്കിലും രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് എന്നെയും നമ്മുടെ വീഡിയോസും കാണുന്ന ആളുകളോടായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ചാനലിൽ നമ്മൾ ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ച് വരുന്നത്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സ്ട്രാറ്റജീസും ക്രിപ്റ്റോ പ്രൊജക്റ്റുകളുടെ എക്സ്പ്ലനേഷനും മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. പല രാജ്യങ്ങളിലെയും ബാങ്കുകൾ ക്രിപ്റ്റോ കറൻസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മുടെ ഇന്ത്യയിലത്തെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ബാങ്കുകൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ നിന്നും അവരുടെ UPI സംവിധാനങ്ങളൊക്കെ അവർ പിൻവലിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ അർജന്റീനാസ് ലാർജസ്റ്റ് 2 ബാങ്ക്സ് ടു അലൗ ക്രിപ്റ്റോ ട്രേഡിംഗ്. അർജന്റീനയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രൈവറ്റ് ബാങ്കുകളായിട്ടുള്ള ബാങ്കോ ഗലീസിയയും ബ്രൂ ബാങ്കും അവരുടെ കസ്റ്റമേഴ്സിന് ബാങ്ക് വഴി ക്രിപ്റ്റോ കറൻസി വാങ്ങാനായിട്ട് സാധിക്കുമെന്ന കാര്യം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായിട്ടുള്ള അമേരിക്കാസ് മാർക്കറ്റ് ഇന്റലിജൻസിന്റെ അഫിലിയേറ്റ് ആയിട്ടുള്ള ഇഗ്നാസിയോ കാർബലോയുടെ ട്വീറ്റിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ബാങ്കോ ഗലീസിയയുടെ ഓൺലൈൻ ഇന്റർഫേസിൽ ബിറ്റ് കോയിൻ, എതേറിയം, USDC, റിപ്പിൾ തുടങ്ങിയ കോയിനുകൾ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ യൂസേഴ്സിന് അവരുടെ ബാങ്ക് വഴി ബിറ്റ് കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാൻ അനുവദിക്കുന്നത് അവരുടെ രാജ്യത്തെ ക്രഷിംഗ് ഇൻഫ്ലേഷനിൽ നിന്നും മുന്നിൽ നിൽക്കാനായിട്ട് അവർ സഹായിക്കുമെന്നാണ് ഇക്കണോമിക് ഡാറ്റ ട്രാക്കർ ആയിട്ടുള്ള ട്രേഡിംഗ് എക്കണോമിക്സ് പറയുന്നത്. സോ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയുടെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ് അർജന്റീനയിലെ ഈ 2 പ്രൈവറ്റ് ബാങ്കുകളും. സോ ഇവരുടെ ഈ ഒരു നിലപാട് കൂടുതൽ രാജ്യങ്ങളെയും കൂടുതൽ ബാങ്കുകളെയും മാറി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയിലേക്ക് ഒരുപാട് കമ്പനികൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ എനിക്സ് സെൽസ് സ്റ്റോം റൈഡർ ടു ഇൻവെസ്റ്റ് ഇൻ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ടെക്. സ്ക്വയർ എനിക്സ് എന്ന് പറയുന്ന ജപ്പാനീസ് വീഡിയോ ഗെയിം കമ്പനി അവരുടെ ഒരുപാട് ഗെയിം ഡെവലപ്മെന്റ് കമ്പനീസിനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗെയിം ആയിട്ടുള്ള ടോം റൈഡറിന്റെ ഡെവലപ്മെന്റ് കമ്പനി ആയിട്ടുള്ള ക്രിസ്റ്റൽ ഡൈനാമിക്സ് ഉൾപ്പെടെയുള്ള പല കമ്പനികളും അവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവർ ഈ കമ്പനികളെല്ലാം തന്നെ വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുതിയ ടെക്നോളജികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരുപാട് പുതിയ ടെക്നോളജികൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. സോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജികൾ ഉൾപ്പെടെയുള്ള പുതിയ ടെക്നോളജികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള അവരുടെ ഒരുപാട് ഗെയിം ഡെവലപ്മെന്റ് കമ്പനികളെല്ലാം അവർ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് ചെയിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ക്ലൗഡും പോലുള്ള ഒരുപാട് മേഖലകളിൽ പുതിയതായിട്ട് ബിസിനസ്സുകൾ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യങ്ങളാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ടോക്കിയോ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു NFT കണ്ടന്റ് ക്രിയേറ്റിംഗ് കമ്പനിയുമായിട്ട് അവർ കഴിഞ്ഞ വർഷം ഒരു പാർട്ട്ണർഷിപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്, അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് അവർ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയിൻ ഉൾപ്പെടെയുള്ള പുതിയ ടെക്നോളജികളിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അതിലൊരു ബിസിനസ് ലോഞ്ച് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളിലേക്കുമൊക്കെ അവർ കടന്നിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ആ ഒരു സ്പേസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ രാജ്യങ്ങളിലേക്കും കൂടുതൽ കമ്പനികളിലേക്കും ഒക്കെ എത്തിക്കാനായിട്ട് ഉള്ള ഒരു സാധ്യത ഇതിലൂടെ നമുക്ക് കാണുന്നുണ്ട്. ICP എന്ന് പറയുന്നത് ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ICP എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം, ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ICP-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ വാർത്ത വന്നിട്ടുള്ള എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിഫിനിറ്റി ഫൗണ്ടേഷൻ ഫൈൽസ് ലോസ്യൂട്ട് അഗെയിൻസ്റ്റ് മെറ്റ ഓവർ ഇൻഫിനിറ്റി ലോഗോ. ഡിഫിനിറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്വിറ്റ്സർലാൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള, അതായത് ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ബ്ലോക്ക് ചെയിൻ്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഡിഫിനിറ്റിയുടെ ലോയേഴ്സ് മെറ്റ എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള മെറ്റയ്ക്ക് ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. മെറ്റയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ICP-യുടെ അല്ലെങ്കിൽ ഡിഫിനിറ്റി ഫൗണ്ടേഷൻ്റെ ആ ഒരു ലോഗോ കോപ്പി അടിച്ചുകൊണ്ടാണ് മെറ്റ എന്ന് പറയുന്ന ആ ഒരു ലോഗോ, മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ലോഗോ അവർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ചെറിയ രീതിയിലുള്ള സാമ്യം നമുക്ക് ഈ 2 ലോഗോയിലും കാണാനായിട്ട് സാധിക്കും. ഡിഫിനിറ്റിയുടെ ലോഗോ മാർച്ച് 2017 അങ്ങോട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അവർ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ ലോഗോയിൽ നിന്ന് ഒരു കോപ്പിയടി നടത്തിയെന്ന്
എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു കേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കേസിൻ്റെ വിധി ഡിഫിനിറ്റിക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ICP എന്ന് പറയുന്ന ടോക്കണിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ചെറിയൊരു വിലയിലാണ് ഇപ്പോൾ ICPയുടെ പ്രൈസ് നിൽക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ICP ടോക്കണിൽ കാണാനായിട്ട് സാധ്യതയുണ്ട് ഈ ഒരു കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ICP എന്ന് പറയുന്ന ടോക്കൺ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. വളരെയധികം പോസിറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അൽഗോറാൻഡ് ബിക്കംസ് ഫസ്റ്റ് US ബ്ലോക്ക് ചെയിൻ സ്പോൺസർ ഓഫ് FIFA വേൾഡ് കപ്പ്. ഈ ഒരു ഹെഡ്ലൈൻ തന്നെ ധാരാളമാണ്. കാരണം FIFA വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഫസ്റ്റ് US ബ്ലോക്ക് ചെയിൻ സ്പോൺസറായിട്ട് അൽഗോറാൻഡ് വന്നിരിക്കുകയാണ്. അൽഗോറാൻഡ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ FIFA വേൾഡ് കപ്പിൻ്റെ റീജിയണൽ സ്പോൺസറായിട്ട് അൽഗോറാൻഡ് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് അൽഗോറാൻഡിൽ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും വർഷങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ICPയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അൽഗോറാൻഡ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഇതുവരെ നോക്കാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നോക്കി വെച്ചോ. ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഈ ഒരു വീഡിയോയും യാതൊരു തരത്തിലും ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിപ്റ്റോ സ്പേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളിൽ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.